ഹായ്, ഞാൻ ഐശ്വര്യം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിതിപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഇതുപോലെ ചുവട് കെട്ടിയുള്ളൊരു പാന് അടുപ്പിൽ വെക്കുക. അപ്പോൾ പാൻ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇതിന് നല്ല ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ചെറുതായിട്ട് ഇതാ ചൂടായി വരുന്നുണ്ട്. എണ്ണ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പം അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് മുഴുവനെയും ചേർത്ത് കൊടുക്കാം. അതല്ല കീറിയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന രീതിയിലാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു 3 പച്ചമുളകാണ്. ഇത് എരി നോക്കിയിട്ട് വേണം ചേർക്കാൻ. നല്ല എരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പച്ചമുളക് ചേർത്താൽ മതി. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന അത്ര എരിയില്ലാത്ത മുളകാണ്. അപ്പോൾ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു 6 സവോള എടുത്തിട്ടുണ്ട്. അതായത് വലിയ സവോളയാണ്. വലിയത് മുതൽ മീഡിയം വരെയുള്ള 6 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 പേർക്ക് കഴിക്കാവുന്ന കറിയാണ്. 1 കിലോ ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 6 സവോള എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് കറി ഉണ്ടാക്കിയാൽ മതി. അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ സവോളയെല്ലാം കിടന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് നന്നായിട്ട് വഴന്ന് വന്ന ശേഷം മാത്രമേ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചേർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഇനിയും എല്ലാ റെസിപ്പിയിലും ഞാൻ പറയുന്ന പോലെ തന്നെ സവോള വഴന്ന് വരാൻ വേണ്ടി നമുക്ക് ചേർക്കാവുന്ന ഒരു സാധനമാണ് ഉപ്പ്. അപ്പം ഞാൻ അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സവോള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഒരു ഒത്തിരി വഴന്നങ്ങ് ബ്രൗൺ ഷെയ്ഡൊന്നും ആകണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയാൽ മതി. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തു. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നല്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ അത്ര പെട്ടെന്ന് അടിക്ക് പിടിക്കത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള പാൻ വെക്കുമ്പോൾ ചിലപ്പം അടിക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലായിടും നന്നായിട്ടത് മിക്സ് ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കട്ടെ. കണ്ടോ, സവോളയൊക്കെ ഏകദേശം വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായിട്ടില്ല, ഇച്ചിരി കൂടി ഒന്ന് കളറ് മാറണം. പക്ഷേ എന്നാലും നല്ല ചൂടൊക്കെ തട്ടിയിട്ട് ഏകദേശം ഒന്ന് ചെറുതായി ഒന്ന് ആയി വന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി ഏകദേശം ഒരു 2-3 മിനിറ്റ് കൂടി ഈ ചെറു തീയിൽ ഇങ്ങനെ കിടക്കട്ടെ. തീ കൂട്ടി വെക്കണ്ട, ചെറു തീ മതി. ഇപ്പം ഉള്ളിയൊക്കെ ഏകദേശം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും നമുക്ക് ഉള്ളി വഴന്നാൽ മതി. അപ്പം ഒരു നല്ല ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട, ഒരു ചെറിയ ഒന്ന് വാടി നല്ലപോലെ ഒന്ന് വാടി തുടങ്ങി. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് കുക്കറിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾപ്പിച്ചു. എന്നിട്ട് അറിയ ശേഷം അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു 10 പേർക്കുള്ള കറി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉരുളക്കിഴങ്ങും അതുപോലെ ഉള്ളിയും ഒക്കെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യണം. നല്ല പോലെ എല്ലായിടത്തും ഉള്ളിയും എല്ലാം കൂടി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഈ പാത്രം നല്ല ചൂടായതുകൊണ്ടും ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടും എനിക്കത് സൈഡിൽ ഒരു കൊടിൽ വെച്ച് പിടിക്കാണ്ട് ഇളക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനിതൊരു കൊടിൽ വെച്ച് പിടിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ.
ഇനി നമുക്കിതിലേക്ക് ഇതൊന്നും നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിന് ഗ്രേവി വേണമല്ലോ. അപ്പം ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാൽ, രണ്ടാം പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അതൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കുക. ഒരു തേങ്ങ എടുക്കുക, അതിലേക്ക് ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സിയിൽ വെച്ച് നല്ലപോലെ അടിച്ച് ആണ് എടുത്തിരിക്കുന്നത്. രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒന്നാം പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചേർക്കുന്നത് രണ്ടാം പാലാണ്. അപ്പോൾ അതാ ഞാൻ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച ശേഷമാണെങ്കിൽ ഇതിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ കറിയിൽ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലേക്ക് പച്ചവെള്ളം ചേർക്കരുത്. നല്ല ചെറിയ ചൂടുവെള്ളം ചേർക്കുന്നതാണ് എപ്പോഴും നല്ല. പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറിക്കൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഈ കറി വെക്കുമ്പോൾ അതിന് പാകത്തിന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ആദ്യം ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ വേണം. അപ്പോൾ ഞാൻ നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കട്ടെ. ഉരുളക്കിഴങ്ങും ഉള്ളിയും ഈ തേങ്ങാപ്പാലും കൂടെ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം. അപ്പം നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഗ്രേവി ഒട്ടും വേണ്ട, ഒരു തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. മല്ലിപ്പൊടി നമുക്കൊരു 2 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പം മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് കുറച്ച് മുൻപിലോട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി വരെ ചേർക്കുന്നത്. കുറഞ്ഞ അളവിൽ വെക്കുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് വെക്കുക. ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു 10 എണ്ണം ഉണ്ടായിരുന്നു. 1 കിലോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള മീഡിയം സൈസ് 10 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. നമുക്ക് മസാലയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണെന്നുള്ളവർ 1 ടീസ്പൂൺ വരെ ചേർക്കാം. കുറച്ച് ഇഷ്ടമുള്ളവർ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ, അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളയ്ക്കണം. നന്നായിട്ടത് നമുക്ക് നല്ലപോലെ, അതായത് കറിയുടെ എല്ലാ ഭാഗത്തും ആ ഉരുളക്കിഴങ്ങിലും ഉള്ളിയിലും ഒക്കെ മസാല ചെല്ലണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ തിള വരുന്നിടം വരെ ഇടാം. എന്നിട്ട് ഈ സമയത്ത് നിങ്ങൾ ഇപ്പം വെള്ളം കുറച്ചൊഴിച്ചത് കൂടി പോയെന്നുണ്ടെങ്കിൽ നമുക്കത് അടുപ്പിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കാവുന്നതുമാണ്. അപ്പം എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് അത്രയും നേരം നിങ്ങൾ അടുപ്പിൽ ഇതിടുക. എനിക്കിപ്പോൾ അത്യാവശ്യം ഗ്രേവി ആയിട്ട് തന്നെ വേണം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ എനിക്കൊരു തിക്കായിട്ടല്ല വേണം, കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങളൊന്ന് ഉപ്പ് നോക്കുക. ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി. ഇപ്പോൾ ഞാൻ 1-ാം പാല് ചേർക്കുവാണ്. 1-ാം പാല് ചേർത്ത ശേഷം തിളയ്ക്കാൻ അനുവദിക്കരുത്, അത് ബിരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് അതൊന്ന് ചൂടായി വരുന്ന അത്രയും സമയം മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ ക്വാണ്ടിറ്റിയിലായാലും നിങ്ങൾ അതിനനുസരിച്ച് അളവ് വ്യത്യാസം വരുത്തിയാൽ മതി. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെയുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.